നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം 4-ാം പാദം അനിഴം തൃക്കേട്ട നക്ഷത്ര ജാതരുടെ 2025 നവംബർ മുതൽ 2025 ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിലെ ജ്യോതിഷ ഫല സാധ്യതകളാണ്. ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശാലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ്. ഇതെങ്ങനെയാണ് ഒരു വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം 4-ാം പാദം അനിഴം തൃക്കേട്ട നക്ഷത്ര ജാതരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ, ഏതൊരു വൃശ്ചികക്കൂറുകാരൻ്റെയും ജാതകപ്രകാരം അവർക്ക് 2025 നവംബർ ഡിസംബർ മാസങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങളെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം 4-ാം പാദ നക്ഷത്ര ജാതരുടെ 2025 നവംബർ മാസ ജ്യോതിഷ ഫല സാധ്യതകൾ എന്തൊക്കെ ആയിരിക്കും എന്ന് നമ്മൾ പരിശോധിച്ചാൽ, ഭാഗ്യാഭിവൃദ്ധി ഉണ്ടാകാനിടയുള്ളൊരു കാലഘട്ടമാണ്. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ തേടുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കരാർ വ്യവസ്ഥയിലുള്ള പണികളാണെങ്കിൽ പോലും തരപ്പെട്ട് കിട്ടും. ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റമോ അനുകൂലമായിട്ടുള്ള സ്ഥലം മാറ്റമോ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച്, അതിനായിട്ട് പരിശ്രമിക്കുന്നവരെ സംബന്ധിച്ച് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ്. വിദേശത്ത് ജോലിക്ക് പോകണമെന്നോ വിദ്യാഭ്യാസ ഉപരിപഠനത്തിന് പോകണമെന്നോ വിചാരിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു കിട്ടാനിടയുണ്ട്. ഗുരുക്കന്മാരുടെ അനുമോദനങ്ങൾക്ക് പാത്രീഭൂതരാകുവാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കും. ഭാഗ്യാനുഭവങ്ങളുടെ പട്ടികയിൽ വിവാഹം മുതൽ, ആഗ്രഹിക്കുന്ന വിവാഹലബ്ധി മുതൽ, ഭൂമിലാഭം, ഗൃഹലാഭം, വാഹനലാഭം, രോഗവിമുക്തി തുടങ്ങിയിട്ടുള്ള സദ്ഫലങ്ങൾക്കാണ് നവംബർ മാസത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യത. സാമ്പത്തികമായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാൽ പോലും അവയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ പറ്റുന്ന തരത്തിലേക്ക് ഭാഗ്യാഭിവൃദ്ധി വർദ്ധിക്കും. അതുപോലെ തന്നെ സർക്കാരിൽ നിന്നും കിട്ടാനുള്ള ഏതെങ്കിലും തരത്തിലെ കുടിശ്ശികയൊക്കെ ഉണ്ടെങ്കിൽ അത് കിട്ടും. ഏതെങ്കിലും നിക്ഷേപ പദ്ധതികളിലൂടെയോ ഇൻഷുറൻസിലൂടെയോ ഒക്കെ കിട്ടാനുള്ള ധനം കൈവശം വന്നുകയും അപ്രതീക്ഷിതമായിട്ട് പോലും ധനാഗമം പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ് 2025 നവംബർ മാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പുതിയ പുതിയ വ്യക്തികളുമായിട്ടുള്ള സൗഹൃദം, പുതിയ തൊഴിൽ മേഖലയുമായിട്ടുള്ള സന്തോഷം, തീർത്ഥാടനം, ഉല്ലാസം, വിവാഹാദ്യ മംഗളകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ഇഴുകിച്ചേരുന്നത് കൊണ്ടുണ്ടാകുന്ന മനസ്സന്തോഷം തുടങ്ങി ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവർക്ക് വന്നു ഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി വിശാഖം 4-ാം പാദക്കാരുടെ 2025 ഡിസംബർ മാസത്തിലെ ഫലത്തിലേക്ക് പോയാലോ, കുറച്ച് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ തരണം ചെയ്യേണ്ടി വരും. അതിലെടുത്ത് പറയാവുന്നത് മക്കൾ മുഖേന, സന്താനങ്ങൾ മുഖേന പൂർവ്വപുണ്യക്ഷയം വരുത്തുന്ന പരിപാടികളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനിടയുണ്ട്. പുത്രഭൃത്യ അർത്ഥനാശം എന്ന് പറയും. പുത്രന്മാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗദുരിതങ്ങൾ ഉണ്ടാവാം. നമ്മളുടെ സഹായികളായിട്ട് നിൽക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാം. ധനപരമായിട്ടുള്ള ശോഷണം വളരെ കൂടുതലാവാം. അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ശാരീരികമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതെങ്കിലും തരത്തിൽ കുടുംബപരമായിട്ടുള്ള കേസ് വഴക്കുകളിലേക്ക് ചെന്ന് എത്താനുള്ള സാധ്യതയുണ്ട്. വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും യാത്രകളൊക്കെ വളരെ സൂക്ഷിക്കേണ്ടതാണ്. തൊഴിൽ മേഖലയിലും അമിത കോപം കൊണ്ടുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം 4-ാം പാദക നക്ഷത്രക്കാരെ സംബന്ധിച്ച് നവംബർ മാസം 2025 നവംബർ മാസം എന്ന് പറയുന്ന ഗുണദോഷ സമ്മിശ്രത്തിൽ ഗുണാധിക്യം കൂടുതലും, ഡിസംബർ മാസം എന്ന് പറയുന്നത് കുറച്ച് പ്രശ്നങ്ങളോടുകൂടെ ഗുണദോഷ ഫലസാധ്യതയിലേക്ക് നീങ്ങുന്നതുമായിരിക്കും. ദോഷപരിഹാരമായിട്ട് അവർ ഡിസംബർ മാസത്തിൽ ശനിപ്രീതി വരുത്തുക, ശനിയാഴ്ച ദിവസം നീല നിറത്തുള്ള വസ്ത്രം ധരിക്കുക, ശാസ്താവിന് നീരാജനം സമർപ്പിക്കുക തുടങ്ങിയിട്ടുള്ളവ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ കുടുംബ ഭരദേവത പ്രീതിയും വരുത്തുക. ഇനി അടുത്ത അനിഴം നക്ഷത്രജാതിയെ സംബന്ധിച്ചാണ്. അനിഴം നക്ഷത്രജാതിയെ സംബന്ധിച്ച് 2025 നവംബർ മാസം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള തൊഴിൽ ഭാഗ്യം പറയാൻ പറ്റുന്നൊരു കാലഘട്ടമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള തൊഴിൽ ഭാഗ്യം പറയാം. തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ളൊരു പുരോഗതി പറയാവുന്നതാണ്. തൊഴിലില്ലാത്തവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തൊഴിൽ സാധ്യത ലഭ്യമാകുവാനിടയുണ്ട്. വിവാഹം നടക്കാത്തവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള
ആലോചനകളൊക്കെ വരുവാനും അതൊക്കെ ഒരു തീരുമാനത്തിലാകുവാനുള്ള സാധ്യതയുണ്ട്. കുടുംബപരമായിട്ടുണ്ടായിരുന്ന ചില അഭിപ്രായ ഭിന്നതകളൊക്കെ പറഞ്ഞു തീർക്കുവാൻ സാധിക്കും. മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ആത്മനിർവൃതിയും കാര്യവിജയവും ഉണ്ടാകും. കടബാധ്യതകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഏകദേശം മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതുപോലെ തന്നെ മക്കളെ സംബന്ധിച്ചൊക്കെ ചില അനുകൂല നിലപാടുകൾ ഉണ്ടാകാനിടയുണ്ട്. കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ കഴിയുന്നവർക്കും ഏകദേശം കാര്യം അനുകൂലമാണ്. വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു മാറാനിടയുണ്ട്. വിദേശത്തു നിന്നും ചില ശുഭവാർത്തകളൊക്കെ ഇവരെ തേടി വരുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കുറച്ച് നല്ല സമയമാണെന്ന് പറയാം നവംബർ മാസം. ഇനി അനിഴ നക്ഷത്രക്കാരുടെ സംബന്ധിച്ച് ഡിസംബർ മാസത്തിലേക്ക് കടന്നാലോ? ഡിസംബർ മാസത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവർക്ക് തൊഴിൽപരമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ പ്രതിസന്ധി ഉണ്ടാകുവാനോ ഒരു ദിവസമെങ്കിലും തൊഴിലിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വരികയോ ചെയ്തേക്കാം. കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് കേസ് വഴക്കുകൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അധികാരികളിൽ നിന്നും പ്രതികൂല നിലപാടുകൾക്ക് സാധ്യതയുണ്ട്. മാതാവിന് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതെ ഇരിക്കാൻ സൂക്ഷിക്കണം. വിവാദമാകുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കുന്നതാണ് ബുദ്ധി. അതുപോലെ തന്നെ നിയമപ്രതികൂലത, രോഗഭയം ഇവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് നവംബർ മാസം എന്ന് പറയുന്നത് വളരെ നല്ല സമയമാണ്. ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ 2025 ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ കുറച്ച് ദോഷഫലങ്ങളുടെ സാധ്യത കൂടെ കാണുന്നുണ്ട്. പക്ഷേ ഓരോരുത്തരുടെ അനുഭവത്തിൽ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ ജാതകത്തിലെ ദശാകാല അപകാരകാലങ്ങളെ ആശ്രയിച്ചായിരിക്കും മറന്നു പോകരുത്. എങ്കിലും അത്ര ഗുണകരമല്ലായിരിക്കും ഡിസംബർ മാസം. എന്നാലും മുൻകോപം നിയന്ത്രിച്ചുകൊണ്ടും അലസത വെടിഞ്ഞുകൊണ്ടും ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ വിജയം നേടാൻ കഴിയുന്നത് മുതൽ സാമ്പത്തിക പ്രതിസന്ധികൾ തീർക്കാൻ വരെ ഈ കാലഘട്ടം അനുയോജ്യമാണ്. ദോഷപരിഹാരമായിട്ട് ശനിയാഴ്ച ദിവസം നീലനിറത്തുള്ള വസ്ത്രം ധരിക്കുക, ശാസ്താവിന് നീരാജനം സമർപ്പിക്കുക. അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം രാഹുൽകാല സമയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്ര ജാതകരുടെ 2025 നവംബർ മാസ ജ്യോതിഷ ഫല സാധ്യത പറയുന്നത് തൊട്ടതെല്ലാം പൊന്നാക്കാൻ പറ്റുന്നൊരു കാലഘട്ടമാണ്. ഏത് മേഖലയിൽ ഇറങ്ങി തിരിച്ചാലും, തൊഴിൽ മേഖലയാണെങ്കിലും, കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും, സൗഹൃദമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും, വ്യാവസായിക പ്രശ്നങ്ങളാണെങ്കിലും, ഏത് മേഖലയിലും അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരു വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കാനിടയുള്ള ഒരു കാലഘട്ടമാണ്. തൊഴിൽ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള അനുകൂല സ്ഥാനമാറ്റമോ ഒക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു കിട്ടും. കുടുംബാംഗങ്ങളും ഒത്തുകൊണ്ട് ഉല്ലാസയാത്രകളോ വിദേശയാത്രകളോ നടത്താനിടയുണ്ട്. ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ പുരോഗതിയും വിദേശ പഠന സൗകര്യവും ലഭിക്കുന്നതാണ്. കിട്ടാനുള്ള കടബാധ്യത അല്ലെങ്കിൽ കിട്ടാനുള്ള ധനം ഏറെക്കുറെ തിരിച്ചു കിട്ടുകയും കടബാധ്യതകൾ ഒഴിവാക്കി കൊണ്ടുപോകുവാൻ പറ്റുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് പാത്രമാകുന്ന രീതിയിൽ തന്നെ ചില കാര്യങ്ങൾ നടത്തി മാറ്റുവാൻ സാധിക്കും. ചുരുക്കത്തിൽ ഏകദേശം അനുകൂലമായ ഒരു കാലഘട്ടമാണ് നവംബർ മാസം എന്ന് പറയും. ഈ 2025 ഡിസംബർ മാസത്തിലേക്ക് തൃക്കേട്ട നക്ഷത്രയാതൻ കടന്നു വരുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് വിവാദങ്ങളാകുന്ന വിഷയങ്ങളിൽ തലയിടരുത്. നിയമപരമായിട്ട് പ്രതികൂല സാഹചര്യം ഉണ്ടാക്കുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഇടപെടാതിരിക്കുക. പ്രത്യേകിച്ച് വാഹന സംബന്ധമായിട്ടുള്ള ഒരു പെറ്റി കേസ് വന്നാൽ പോലും നിയമപരമായിട്ടുള്ള പ്രതിസന്ധിയായി. അപ്പം നിയമപരമായിട്ട് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ ഇടപെടാതിരിക്കുക. കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചുള്ള വ്യവഹാരങ്ങളാണെങ്കിലും കഴിയുന്നതിന് രമ്യതയിൽ പറഞ്ഞു തീർത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആരോഗ്യകാര്യത്തിൽ പാരമ്പര്യ ജീവിതശൈലി രോഗങ്ങളുള്ളവരെ സംബന്ധിച്ച് പതിവായിട്ടൊക്കെ മരുന്ന് കഴിക്കുന്നവർ യഥാസമയം മരുന്ന് കഴിക്കാൻ മറന്നു പോകുന്നത് പോലെയുള്ള അവസ്ഥകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. ദോഷപരിഹാരമായിട്ട് ശനി രാഹു പ്രീതി വരുത്തുക. ശനിയാഴ്ച ദിവസം നീല നിറത്തുള്ള വസ്ത്രം ധരിക്കുക, ശാസ്താവിനെ നീരാജനം സമർപ്പിക്കുക, ശിവങ്കൽ പിൻവിളക്ക് സമർപ്പിക്കുക. ശനിയാഴ്ച ദിവസം രാഹുൽകാല സമയത്ത് സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തി എണ്ണയും തിരിയും കൊടുക്കുക. ഇതാണ് ഇതിനകത്തുള്ളൊരു പരിഹാരമായിട്ട് നിർദ്ദേശിക്കാൻ പറ്റും.
നമ്മളിനി വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം 4-ാം പാദം അനിഴം തൃക്കേട്ട നക്ഷത്രയായവരുടെ വൃശ്ചികക്കൂറുകാരുടെ ഒരു പൊതുവായിട്ടുള്ള ഫലം 2025 നവംബർ ഡിസംബർ മാസങ്ങളെ ആശ്രയിച്ച് പറഞ്ഞാൽ, നവംബർ മാസത്തെ ആശ്രയിച്ച് പറഞ്ഞാൽ പുത്രന്മാരെ കൊണ്ട് മനോദുഃഖത്തിനിടയാകുന്ന ചില കാര്യങ്ങൾ ഉണ്ടായേക്കാം. സാമ്പത്തികമായിട്ട് കുറച്ചധികം ധനച്ചെലവ് വരുന്ന ചില കാര്യങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ പൂർവ്വപുണ്യക്ഷയം വരുത്തുന്നത് പോലെയുള്ള ചില വാക്കുകൾ കൊണ്ടുള്ള സംസാരമോ ചില പ്രവൃത്തികളോ ഒക്കെ പുത്രന്മാരുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകാനിടയുണ്ട്. വിവാദ വിഷയങ്ങളിൽ അകപ്പെട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബന്ധനം, അത് പോലീസ് കേസുമായിട്ട് പോലീസ് നടപടികളിലേക്ക് പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇടപെടരുത്. ആരോഗ്യം വളരെയേറെ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അതുപോലെ തന്നെ കോടതി വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകേണ്ടി വന്നേക്കാം. മാതാവിന് ക്ലേശം ഉണ്ടാകാനിടയുണ്ട്. വാഹനാപകടം ഉണ്ടാകുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴും റോഡ് മുറിച്ച് കടക്കുമ്പോഴുമൊക്കെ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടതാണ്. തൊഴിൽപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ തടസ്സം വരാനിടയുണ്ട്. അധികാരികളുമായിട്ട് ബന്ധപ്പെട്ടൊരു നീരസം ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്നാൽ നവംബർ മാസം എന്ന് പറയുന്നത് പൊതുവെ ഗുണകരമാണെങ്കിൽ പോലും ഡിസംബർ മാസത്തിലേക്ക് വരുമ്പോഴത്തേക്കുമാണ് ഈ പറയുന്ന ചെറിയ പ്രതികൂല ഫലങ്ങൾക്ക് സാധ്യതയുള്ളത്. ഇപ്പം നവംബർ മാസത്തെ കഴിയുന്നത്ര പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. ഇതിൻ്റെ അകത്ത് ദോഷപരിഹാരം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ദിവസം ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക, ദുർഗാദേവി, ചാമുണ്ഡി പോലുള്ള ദേവതകളുടെ ദേവാലയത്തിൽ ദർശനം നടത്തുക, അവിടെ കഴിയുന്നത്ര വഴിപാടുകൾ സമർപ്പിക്കുക. ശനിയാഴ്ച ദിവസം രാഹുൽകാല സമയത്തിന് പ്രാധാന്യം കൊടുക്കുക, സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക, കഴിയുന്നത്ര വഴിപാടുകൾ നടത്തുക, പ്രാർത്ഥിക്കുക. ശനിയാഴ്ച ദിവസം അസ്തമയ ശേഷം ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ നീരാജന സമർപ്പിക്കുക, ശിവന് പിൻവിളക്ക് പോലെയുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക. ഇതാണ് ഇതിൽ പറയാൻ പറ്റുന്ന ദോഷപരിഹാര മാർഗ്ഗങ്ങൾ. എന്തായാലും വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് നവംബർ മാസം എന്ന് പറയുന്നത് കുറച്ചധികം നേട്ടങ്ങളുള്ളതും ഡിസംബർ മാസം എന്ന് പറയുന്നത് കുറച്ച് ചെറിയ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുമായിട്ടുള്ളൊരു മാസമായിരിക്കും എന്നാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാറുള്ളത്. നന്ദി, നമസ്കാരം.